വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ഇറാൻ അനുകൂല ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം കടുപ്പിക്കുന്നത് ആഗോള ശ്രദ്ധ നേടുന്നുണ്ട്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളുടെ വ്യോമാക്രമണങ്ങൾക്കിടയിലും ഹൂതികളുടെ പോരാട്ട വീര്യത്തിനും ആയുധശേഷിക്കും കോട്ടം തട്ടിയിട്ടില്ല എന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 കൂറ്റൻ കപ്പലുകൾ മുക്കി ഹൂതികൾ അമേരിക്കൻ ചേരിക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 7-ന് ലൈബീരിയൻ പതാക വഹിച്ചിരുന്ന ഗ്രീക്ക് നിയന്ത്രിത എറ്റിനേരിറ്റി സി എന്ന കപ്പലാണ് ഹൂതികളുടെ ആക്രമണത്തിൽ മുങ്ങിയത്. ബോട്ടുകളിലെത്തിയ ഹൂതികൾ തൊടുത്തുവിട്ട പ്രോപ്പൽഡ് ഗ്രനേഡുകൾ കപ്പലിൽ പതിച്ചതോടെ കപ്പൽ നിശ്ചലമാവുകയായിരുന്നു. ഇസ്രയേലിലേക്ക് പോകുകയായിരുന്നതിനാലാണ് ഈ കപ്പലിനെ ആക്രമിച്ചതെന്നാണ് ഹൂതികൾ അറിയിച്ചത്. കപ്പലിൽ ഉണ്ടായിരുന്ന 25 ജീവനക്കാരിൽ സായുധരായ ചിലർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ജീവനക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും 19 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും AFP റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയ ജീവനക്കാരെ മോചിപ്പിക്കണമെന്ന് യമനിലെ അമേരിക്കൻ എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിലിപ്പീൻസ് അധികൃതർ പറയുന്നതനുസരിച്ച് കപ്പലിലെ 21 ജീവനക്കാർ ഫിലിപ്പീൻസ് പൗരന്മാരാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഹൂതികൾ മുക്കുന്ന 2ാമത്തെ കപ്പലാണിത്.